കടയിൽ പോയാൽ ഇഷ്ടംപോലെ മാലയും വളയും കമ്മലും എല്ലാം കിട്ടും. പിന്നെ നമ്മളെന്തിനാ ഇനി വീട്ടിലുണ്ടാക്കുന്നത് അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ? നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊരു സാധനം ഉണ്ടാക്കി നമ്മൾ തന്നെ അത് ഇടുമ്പോഴുള്ളൊരു സന്തോഷം അത് വേറെ തന്നെയല്ലേ? അങ്ങനെയൊക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ആര്യാസ് വേൾഡാണ്. എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇനി ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ മെറ്റീരിയൽസ് കാണാം. ആദ്യം തന്നെ ഈ ഒരു സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. ഡ്രോപ്പ് ഷേപ്പുള്ള സ്റ്റോണ്. ഈ സ്റ്റോണിന് 5 എണ്ണത്തിന് 20 രൂപയാണ് വില വരുന്നത്. ഞാൻ മെറ്റീരിയൽസൊക്കെ വാങ്ങുന്ന ഷോപ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് കയറി കാണാം. ഇനി വേണ്ടത് നല്ല പ്യുവർ വൈറ്റുള്ള സ്റ്റോൺ ചെയിനാണ്. ഈ സ്റ്റോൺ ചെയിന് മീറ്ററിന് 37 രൂപയാണ് വില വരുന്നത്. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് OHP ഷീറ്റാണ്. OHP ഷീറ്റിന് ഒരു A4 വലുപ്പത്തിലുള്ള ഷീറ്റിന് 4 രൂപയാണ് വില വരുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ OHP ഷീറ്റിൽ ഗമ്മ് തേക്കാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഗമ്മ് B7000 ഗമ്മാണ്. ഈ ഗമ്മ് തേച്ച സ്ഥലത്ത് നമ്മുടെ ഈ സുന്ദര സ്റ്റോണിനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒട്ടിക്കുന്ന ആ സ്റ്റോൺ മാത്രം കുറച്ച് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ബാക്കി സ്റ്റോണുകളെല്ലാം ഇതുപോലെ ഒരു U ഷേപ്പിന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തം 7 സ്റ്റോണുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓണങ്ങ് സ്പീഡിൽ അങ്ങ് ഒട്ടിച്ച് പോവാല്ലേ, അതിനെ വെറുതെ സമയം കളയണ്ടല്ലോ. അതുകൊണ്ട് വേഗത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 7 സ്റ്റോണുകൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സ്റ്റോൺ ചെയിന് 2 ലെയറായിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മുടെ ഇറക്കത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാവർക്കും ഒരുപോലത്തെ ഇഷ്ടങ്ങളല്ലല്ലോ. ചിലർ ഇറക്കം കൂടുതൽ ഇടുന്നവരുണ്ട്, ചിലർ ഇറക്കം കുറവ് ഇടുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറക്കം പറയുന്നില്ല. അപ്പം നമ്മുടെ സ്റ്റോൺ ചെയിന് ആ സ്റ്റോണിനോട് ചേർത്ത് ഒട്ടിച്ചെടുക്കുക. 2 സൈഡിലും അതുപോലെ തന്നെ ഗമ്മ തേച്ചിട്ട് ആ സ്റ്റോണിനോട് ചേർത്ത് തന്നെ 2 ലെയറായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ കാണുന്ന അത്രയും ഭാഗത്ത് മാത്രമേ ഗമ്മ തേച്ചിട്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ അവിടെ ഒട്ടിച്ചിട്ടുള്ളൂ. ബാക്കി സൈഡൊക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളയാണ്. ചെയിന് ഫ്രീ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്, നല്ല അഴിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത്രമാത്രം ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ചെയ്യുന്നത് ആ OHP ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. നല്ല വൃത്തിയായിട്ട് സൈഡൊക്കെ ചേർത്ത് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. കട്ട് ചെയ്യുമ്പോൾ സൈഡിലെ ഷീറ്റിൻ്റെയൊക്കെ കാണുകയാണെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ നല്ല വൃത്തിയായിട്ട് സൈഡൊക്കെ നല്ലോണം ചേർത്ത് തന്നെ കട്ട് ചെയ്യണം. ഗമ്മ് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോണിനൊക്കെ ഒരു ഇളക്കം തട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഡ്രൈ ആയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. മുകൾ ഭാഗം മാത്രമേ ഇപ്പം ഞാൻ OHP ഷീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇനി ആ സ്റ്റോൺ ചെയിൻ്റെ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഗമ്മ തേച്ചിട്ട് 2ഉം കൂടി ഒന്നിച്ച് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കുക. നല്ലോണം അടുപ്പിച്ച് ഇതുപോലെ ഭംഗിയായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ മുകൾ ഭാഗത്തേക്ക് OHP ഷീറ്റ് വെക്കാത്തതിൻ്റെ കാരണം നല്ല ഫ്ലെക്സിബിളായിട്ട് അയഞ്ഞ് കഴുത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 2 സൈഡിലും ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ 2 സൈഡിലും ഒട്ടിച്ചെടുത്തപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴെ ഭാഗത്തെ OHP ഷീറ്റ് നല്ലോണം ചേർത്ത് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കണേ. മുകൾ ഭാഗത്ത് ബാലൻസ് ഉള്ളത് ഷീറ്റുകളും കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടോ, അടിപൊളി ഒരു നെക്ലേസ് തന്നെ ആയില്ലേ? ഇനി ആ ഒരു സ്റ്റോൺ ചെയിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഐപ്പിന് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ബാക്ക് സ്ട്രിപ്പ് പേപ്പർ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞ് പീസ് മതി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ മുകൾ ഭാഗത്തേക്കുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട്. ഇനി ഐപ്പിന്നൊന്നും പറഞ്ഞൊന്നും പോരില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇനി നമ്മുടെ ആ ഐപ്പിന്നിൽ ജംറിങ്ങിൽ ഒരു ബാക്ക് ചെയിനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നെക്ലേസിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഒരു ഹുക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇയറിങ്സിൻ്റെ പണിയാണ്. അതിനായിട്ട് ഒരു OHP ഷീറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗമ്മ തേച്ച് നേരത്തെ ഉപയോഗിച്ച അതേ സ്റ്റോണ് തന്നെ ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ നേരത്തെ എടുത്ത അതേ സ്റ്റോൺ ചെയിൻ തന്നെ ഒരു 2 പീസ് ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങി കിടക്കുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭംഗിക്ക് വേണ്ടി ഒരു പീസ് വലുതും ഒരു പീസ് ചെറുതുമാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളിവിടെ ഗമ്മ തേച്ച അത്രയും ഭാഗത്ത് മാത്രമേ ഗമ്മ തേച്ചിട്ടുള്ളൂ. ബാക്കി സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാലേ നല്ലോണം ഹാങ് ചെയ്ത് കിടക്കുകയുള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു വാക്സ് സ്ട്രിപ്പ് പേപ്പറിൽ ബാക്ക് സ്റ്റിഡും കൂടെ വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നോളും. അപ്പോൾ ഇയറിങ്സിൻ്റെ പണി ഇത്രേ ഉള്ളൂ. ഇതുപോലെ 2ഉം ചെയ്തെടുത്തിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞാൽ നല്ല എലഗൻ്റ് ലുക്കായിരിക്കും നെക്ലേസും അതുപോലെ തന്നെ കമ്മലും.
ഫൈനൽ ലുക്ക് ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.